നിങ്ങളാരെങ്കിലും ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നിട്ടുണ്ടോ? അത് പേടിച്ച് പറിച്ചിട്ട്. എനിക്കങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. സംഭവം നടക്കുന്ന ട്രിവാൻഡ്രത്താണ്. ഒഫീഷ്യലായിട്ട് സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമാണ് ട്രിവാൻഡ്രം. അപ്പം ഒരു ദിവസം ഞാൻ പോകുമ്പം അവിടുത്തെ ഹോട്ടലുകളെല്ലാം ഫുള്ളായിരുന്നു. വിളിച്ചിട്ട് ഒരിടത്തും റൂമില്ല. അപ്പോൾ കുറേ ട്രൈ ചെയ്തിട്ട് അവസാനം ഒരു ഹോട്ടലുകാർ പറഞ്ഞു, സാറ് പോരെ, റൂമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാനൊരു ഓട്ടോ പിടിച്ച് നേരെ ആ ഹോട്ടലിലേക്ക് ചെന്നു. ഹോട്ടലിലേക്ക് ചെല്ലുമ്പോഴത്തേക്കുള്ള സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോട്ടലിന് മുമ്പിൽ കുറേ ആൾക്കാർ കൂടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ വല്ല റിസീവ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണോ ഇത്രയും പേര് അവിടെ നിൽക്കുന്നത്. പക്ഷേ ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഈ ആൾക്കാരെല്ലാം ഒരുമിച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ സത്യത്തിൽ ആ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അകത്തുനിന്ന് 3 പേര് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഹോട്ടലിനകത്തേക്കാണല്ലോ പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആ ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാരുടെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് ഹോട്ടലിനകത്ത് ചെന്നു. ഹോട്ടലിനകത്ത് ചെന്നപ്പോഴത്തേക്കും ഞാൻ എന്നിട്ട് അവരോട് ചോദിച്ചു, എന്ത് ഈ ആൾക്കാരൊക്കെ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, എന്താ ഈ സംഭവം? അപ്പോൾ അവർ സാറേ അത് ബോധർ ചെയ്യേണ്ട കാര്യം, എന്തോ ചെറിയൊരു സാലറി പ്രശ്നമൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ പ്രൊട്ടസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്, ബോധർ ചെയ്യേണ്ട, സാറിന് റൂം എല്ലാം അലോട്ട് ചെയ്തിട്ട് നേരെ പൊക്കോളാം. നേരെ കൊണ്ട് റൂമിൽ കൊണ്ട് കാണിച്ചു. റൂമിൽ ഞാൻ ഇത് കിടക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു. പക്ഷേ നാച്ചുറലായിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ എല്ലാ ഹോട്ടലിലും വിൻഡോയിൽ കൂടെ ചുമ്മാ ഒന്ന് പുറത്തേക്ക് നോക്കും. അങ്ങനെ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ കംപ്ലീറ്റ് ആൾക്കാരും അവിടെ താഴെ നിന്ന് ഈ വിൻഡോയിലേക്ക്, ഞാൻ കിടക്കുന്ന റൂമിൻ്റെ വിൻഡോയിലേക്ക് നോക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ഹോട്ടലിലെ റൂമിൽ ലൈറ്റ് ഇട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ഈ റൂമിലുണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്കൊരു ചെറിയ പേടിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഹോട്ടലിലേക്ക് വല്ല കല്ലുപരിചയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നാച്ചുറലായിട്ടും ഞാൻ കിടക്കുന്ന റൂം അവർ ടാർഗറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് സമയം അവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഈ കട്ടിൽ ഈ വിൻഡോയുടെ അടുത്താണ്. ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ബുദ്ധിപൂർവ്വം ഞാൻ ആ ബെഡ്ഷീറ്റ് എടുത്ത് താഴെ വിരിച്ചിട്ട് ഞാനൊരു പില്ലോയും വെച്ച് അവിടെ കിടന്നു. പക്ഷെ കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല. ഇങ്ങനത്തെ ഒരു സംഭവം അവിടെ നടക്കുന്ന കാരണം നമുക്ക് ഒരു ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഞാൻ ഈ അവിടുത്തെ റിസപ്ഷനിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിവിടെ കിടന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ല, കാര്യം ഇതുപോലെ പുറത്ത് ആൾക്കാർ നിൽക്കുന്നു, ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു സംഘർഷം നടക്കുന്ന സ്ഥലം പോലൊക്കെ എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ ഒന്നും പേടിക്കും, ഞാൻ വരുന്നു എന്ന് അയാൾ വന്നു. അയാളുടെ കൂട്ടത്തിൽ അയാളുടെ അസിസ്റ്റൻസ് പോലെ 2 ഗുണ്ടകളെ പോലെ ഇരിക്കുന്ന 2 ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലൊരു പായും തലേണ്ണയൊക്കെ ഉണ്ട്. എന്നിട്ട് അയാൾ പറഞ്ഞു, സാർ ഒന്നും പേടിക്കണ്ട, ഞാൻ ഈ 2 പേരെ ഇതിൻ്റെ റൂമിൻ്റെ മുമ്പിൽ കിടത്തുകയെന്ന് പറഞ്ഞു. അവരപ്പം തന്നെ ഈ ചില പഴയ നമ്മുടെ മലയാള സിനിമയിലൊക്കെ കാണുന്ന സീനൊക്കെ പോലെ അവർ പായും പിരിച്ച് പില്ലോ ഇട്ട് അവരപ്പം തന്നെ അവിടെ കിടന്ന് ഉറങ്ങാനും തുടങ്ങി. പക്ഷേ ഇത് സത്യത്തിൽ എൻ്റെ ടെൻഷൻ കുറയ്ക്കുകയല്ലേ ചെയ്ത്, എൻ്റെ ടെൻഷൻ കൂട്ടുക ചെയ്ത്. എൻ്റെ കംപ്ലീറ്റ് ഉറക്കവും പോയി. ഞാൻ അവിടെ ഒരു കസേരയിൽ നിന്ന് കുത്തിപ്പിടിച്ചിരുന്നു, എങ്ങനെയോ നേരം വിളിപ്പിച്ചു. നേരം ചെറുതായിട്ട് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പതുക്കെ ഇറങ്ങി വന്നിട്ട് പൈസയും കൊടുത്ത് പുറത്തേക്ക് നോക്കി. പുറത്തേക്ക് നോക്കുമ്പോൾ ഇവരാരും ഈ പറഞ്ഞ ആൾക്കാരായില്ല. പക്ഷേ ആ ബാനറും കുറേ കൊടിയും സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ പതുക്കെ എൻ്റെ സൈഡിൽ കൂടെ ചില കള്ളന്മാരൊക്കെ ഇറങ്ങി വരുന്നതുകൊണ്ട് ഞാൻ സൈഡിൽ കൂടെ ഇറങ്ങി ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഹോട്ടലുകളിൽ താമസിക്കുമ്പോൾ നല്ല സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, പക്ഷേ ഇതുപോലെ പേടിപ്പെടുന്ന സംഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. നിങ്ങൾക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ ഒരു ജീവിതാനുഭവം